CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിലിന് പരിസമാപ്തി. ബുധനാഴ്ച നടത്തിയ നിർണായക പരിശോധനയിൽ അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ നിന്ന് മൃതദേഹവും കണ്ടെത്തി. കുന്നംകുളം ചെറുവത്താണിയിൽ അജ്ഞാത സംഘം സഹോദരങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വടക്കേക്കാട് സ്വദേശികളായ തോട്ടുപുറത്ത് വീട്ടിൽ റെനിൽ, രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിന് സമീപം വിരണ്ടോടിയ പോത്ത് പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. വടക്കാഞ്ചേരി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 3 മണിക്കൂറോളം പരിശ്രമിച്ച് പോത്തിനെ വരുതിയിലാക്കി. കടവല്ലൂർ പാടത്ത് വീണ്ടും മാലിന്യം തള്ളുന്നു. കഴിഞ്ഞ ദിവസമാണ് രാത്രിയിൽ മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. പാതയോരത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുന്നതിനാൽ യാത്രികരും ദുരിതത്തിൽ. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണത്തിന് തുടക്കമായി. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ പ്രഭാത ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലാഭവിഹിതവും ഷെയർ തുകയും തിരികെ നൽകിയില്ലെന്ന് ആരോപിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം. കുന്നംകുളം തൃശൂർ റോഡിലെ BRD ഓഫീസിന് മുന്നിലായിരുന്നു സമരം. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ചൂണ്ടൽ കൃഷിഭവനിൽ സബ്സിഡി നിരക്കിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ വാഴത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് സ്കൂളായി നവീകരിച്ച പുന്നയൂർക്കുളം മന്ദലാങ്ങുന്ന GFUP സ്കൂളിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. ഗ്രീൻ ആർമിയുടെ ട്രേ ഞാറ്റടിക്ക് സ്വീകാര്യതയേറുന്നു. പുലിയന്നൂർ പാടശേഖരത്തിലെ 40 ഏക്കർ കൃഷിക്കുള്ള ട്രേ ഞാറ്റടി തുടങ്ങി. ഒരുമനൂർ കൃഷിഭവന്റെ കീഴിലുള്ള തനിമ ആഴ്ച ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് നിർവഹിച്ചു. ദേശീയ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നീണ്ടൂർ ദുബായ് റോഡിൽ താമസിക്കുന്ന ജമാലിന്റെ മകൻ MJ മുഹമ്മദ് ഹാദിയെ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നടത്തി. കടവല്ലൂർ പഞ്ചായത്ത് കരിക്കാട് പാടശേഖരത്തിലെ 300 പറ കൃഷിയിടത്തിൽ മുണ്ടകൻ കൃഷിക്കുള്ള നടിയിൽ ആരംഭിച്ചു. ചാലിശ്ശേരി മാർത്തോമ പള്ളിയിൽ കുന്നംകുളം സെന്റർ മാർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നിറവോണം 2024 ഓണാഘോഷം സംഘടിപ്പിച്ചു. എയ്യാൽ ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് നടന്നുവന്നിരുന്ന ആവേശകരമായ തായങ്കളി മത്സരത്തിന് കൊടിയിറങ്ങി. സ്ഥിരം അപകട മേഖലയായ കടവല്ലൂർ ഹൈവേ പഴഞ്ഞി റോഡിലെ അമ്പലം റോഡിനോട് ചേർന്ന് ഇലവൻസ് കടവല്ലൂർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. CPM തിരുവത്ര ബ്രാഞ്ചിന്റെ സെക്രട്ടറിയും ദീർഘകാലം ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന KT അപ്പുകുട്ടന്റെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് BJP പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. NSS ദിനത്തോടനുബന്ധിച്ച് വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സേവന ദിനമായി ആചരിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.